വിഷയത്തിൽ പ്രതികരിക്കാനായി അഡ്വക്കേറ്റ് അസഫ് അലി കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അസഫ് അലി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഇനി 3 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത്. അതിനു മുമ്പ് തന്നെ ഈ ആന്റണി രാജു ഓൾറെഡി അയോഗ്യനായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ 3 മാസത്തിനുള്ളിൽ മേൽക്കോടതിയെ സമീപിച്ച് ഈ ശിക്ഷ വിധി റദ്ദാക്കേണ്ട സാഹചര്യമുണ്ട്. അതിവേഗത്തിൽ ഇത് നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? സാധാരണഗതിയിൽ ഒരു നിയമസാമാജികനെ ഈ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ച അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പൊ അപ്പീൽ കോടതിയിൽ നിന്ന് ഈ ജയിലിൽ പോകുന്നത് അത് ശിക്ഷ മാത്രം മരവിപ്പിച്ചാൽ പോലെ ശിക്ഷാവിധിയും മരവിപ്പിക്കണം. നമ്മളെ പേരിയ ഇരട്ടക്കൊല കേസിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ 5 കൊല്ലം ശിക്ഷിച്ചു. ഹൈക്കോടതി അയാളുടെ ശിക്ഷ മാത്രമാണ് മരവിച്ചത്. അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ. അപ്പോഴേക്കും അയാൾ രാജിവെച്ചു. അപ്പൊ ശിക്ഷയും ശിക്ഷാവിധിയും രണ്ടാണ്. ശിക്ഷാവിധിയും ശിക്ഷയും മരവിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഇലക്ഷനിൽ മത്സരിക്കാൻ യോഗ്യതയുള്ളൂ. അല്ലെങ്കിൽ 3 വർഷം മിനിമം ശിക്ഷിച്ചു എന്ന് കരുതിയാൽ വിധി വന്ന അന്ന് മുതൽ ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി തീയതി തൊട്ട് 6 വർഷക്കാലം ഡിസ്ക്വാളിഫൈഡ് ആണെന്നാണ് ജനപ്രാതിനിധ്യ നിയമം 8(3) വകുപ്പ് പറയുന്നത്. വളരെ പെട്ടെന്ന് ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു മത്സര രംഗത്ത് എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? അല്ല, പറയാൻ പറ്റില്ല. ഹൈക്കോടതി ശിക്ഷാവിധി റദ്ദാക്കണം, ശിക്ഷാവിധി മരവിപ്പിക്കണം. ജില്ലാ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ജില്ലാ കോടതിയിൽ ഇപ്പൊ ശിക്ഷ എത്രയാണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. കാരണം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ അല്ലെങ്കിൽ വേറെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ ഹൈക്കോടതിയിൽ വരേണ്ടി വരും. എല്ലാം കൂടി 10 വർഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ ഇതാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു വിഷയത്തിൽ അപ്പീൽ കോടതിയുടെ വിധിയെ ആസ്പദമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ആസിഫ് അലി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.